ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി ഇന്ന് എന്ത് സംഭവിച്ചു, നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 26/12/2024 വ്യാഴാഴ്ച 23,760 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഏതാണ്ട് 41 പോയിന്റ് പ്ലസിൽ ഗ്യാപ്പപ്പിൽ 23,801 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. ഇന്നത്തെ മൂവ്മെൻറ്റ് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഹൈ, ലോ എന്നിവ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ലഭിച്ച മൂവ്മെൻറ്റ് കേവലം 137 പോയിൻറ്റിൻ്റേത് മാത്രമായിരുന്നു. ഇന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെങ്കിലും തുടർന്ന് മുകളിലോട്ടാണ് ആദ്യത്തെ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സഞ്ചരിച്ചത്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം എന്ന് കരുതിയവർക്ക് വളരെ വേഗം തന്നെ ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ് ലെവലായിരുന്ന 856 എന്ന ലെവലിൽ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അപ്പോഴേക്കും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പൂർണ്ണമായി. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അവിടെ നിന്നും പ്രൈസ് തിരിയുന്നു എന്ന് മനസ്സിലാക്കാൻ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകളെ കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അവിടെ നിന്ന് വീണ്ടും അതേ കോൾ ഓപ്ഷനിൽ തന്നെ ഒരു റീ എൻട്രി ലഭിക്കുകയും ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാനും കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ ആ ഉയരം കടന്ന് മുകളിലോട്ട് വീണ്ടും പ്രൈസ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റൻസ് സോണായി മാറിയേക്കാം എന്ന് കരുതിയ ലെവലിലേക്ക് കൃത്യമായും പ്രൈസ് മൂവ് ചെയ്യുകയും നല്ല ടാർഗറ്റ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊരു പ്രധാന റെസിസ്റ്റൻറ്റ് ലെവൽ ആകുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ട് എന്ന കരുതലോടെ കാത്തുനിന്നവർക്ക് അവിടെ കൃത്യമായും ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് പ്രൈസ് മാറുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകണം. അത്തരത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞു. വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ തൊട്ടടുത്ത സപ്പോർട്ടായ ഈ ലെവലിലേക്ക് ഒരു ടാർഗറ്റായി പ്രതീക്ഷിക്കാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ ഇവിടെ പലപ്പോഴും പ്രൈസ് റിവേഴ്സ് ആയിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം ഓരോ എൻട്രിക്കും ടാർഗറ്റ് ബുക്ക് ചെയ്ത് പിന്നീട് കിട്ടിയ അപ്പ് മൂവ്മെൻ്റ് എല്ലാം സെല്ലിംഗ് ഡയറക്ഷൻ തിരഞ്ഞെടുത്ത ഏതൊരാൾക്കും സെൽ ഓൺ എവറി ഹൈ എന്ന രീതിയിൽ ട്രേഡ് ചെയ്തിരുന്നവർക്ക് വളരെ നല്ല ടാർഗറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ പ്രൈസ് ഈ ലെവലിനെ മാനിച്ചുകൊണ്ട് ഇവിടെ ദീർഘനേരം ഹോൾഡ് ചെയ്തു, കൺസോൾഡേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ നിന്നും ഉയരം രേഖപ്പെടുത്തിയെങ്കിലും വീണ്ടും അതേ ലെവലിൽ വന്ന് ശ്രമിച്ചപ്പോഴും കിട്ടാതെ വന്ന് സെല്ലേഴ്സ് തന്നെ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. അതിൻ്റെയും കൃത്യമായ ഒരു റിസൾട്ട് വന്നു. തുടർന്ന് എന്നാൽ ഈ ഏരിയ പൂർണ്ണമായും സെല്ലിംഗ് ഡയറക്ഷനാണ്. എന്നാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രീമിയത്തിനകത്ത് അത്ര വലിയ കുറവുകളൊന്നും സംഭവിക്കാൻ ഇടയില്ല. കൃത്യമായ എൻട്രികൾ എടുത്തവർക്ക് തീർച്ചയായും ധാരാളം പ്രോഫിറ്റ് പല പ്രാവശ്യം ആയിട്ട് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്ന് ലഭിച്ച മൂവ്മെൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇനി 2 ദിവസം അവധിയാണ്, ശനി ഞായർ ദിവസങ്ങൾ. അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 23,820 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഇന്നത്തെ ഡേയ്സ് ലോയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തുടർന്ന് ലഭിക്കാവുന്ന അടുത്ത ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായി 24,019 എന്ന ലെവലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനിടയിലുള്ള മൈനർ റെസിസ്റ്റൻസ് ലെവലുകൾ 23,907, 959 എന്നിങ്ങനെയുള്ള ലെവലുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ വീണ്ടും കാണിക്കുകയാണെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കടന്നു കയറി ഇന്നത്തെ ഉയരത്തിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 959 എന്ന ലെവൽ ലഭിക്കുമെന്നും, എന്നാൽ അതിന് മുകളിലും ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്ന പക്ഷം മോസ്റ്റ്ലി 24,000 എന്ന ബിഗ് റൗണ്ട് നമ്പർ ടാർഗറ്റായി ലഭിച്ചേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ, അതായത് 23,770 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചതിന് ശേഷം വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ്
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും നിന്നാൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. അപ്പോഴും പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്താൽ 23,755 എന്ന ലെവൽ ടാർഗറ്റായി ലഭിച്ചേക്കുമെന്നാണ്. എന്നാൽ ആ ലെവലുകൾ വേദിച്ച് 720 എന്ന ലെവലിനൊക്കെ താഴോട്ട് വീണ്ടും ക്ലോസ് ചെയ്യുന്നതിനാൽ പ്രൈസ് വീക്ക് ആയേക്കാം, മൂവിങ് ഡൗൺ സൈഡിലേക്കുള്ള ഒരു ട്രെൻഡ് ആയേക്കാം എന്നാണ് ചിന്തിക്കുന്നത്. 51,320 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന ആദ്യത്തെ സപ്പോർട്ട് സോൺ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് താഴെ ഇന്നത്തെ ഡേയ്സ് ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 52,144 അടുത്ത ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ കണ്ടിട്ടുള്ളത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 51,628, 791, 52,008 എന്നിവയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 51,628 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലാണ് നമുക്ക് ടാർഗറ്റായി ലഭിക്കേണ്ടത്. അതും ബ്രേക്ക് ചെയ്ത് ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുന്ന പക്ഷം ഡിക്ലൈനുകൾ ഓരോ പ്രാവശ്യവും ഡിപ്പ് തരുമ്പോൾ ഡൗൺ മൂവ്മെൻറ്റ് ബൈ ഓൺ ഡിപ്പ് എവറി ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് 51,080 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാം. അങ്ങനെ 50,950 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ പ്രൈസ് കൂടുതൽ വീക്ക് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. 78,726 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ കാണുന്നത്. അതിന് താഴെ മൈനർ സപ്പോർട്ടായി ഇന്നത്തെ ഡേയ്സ് ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 79,406 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ഏരിയ എന്ന രീതിക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 79,043, 79,202 എന്ന ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് 79,202 എന്ന ലെവൽ ടാർഗറ്റായി ലഭിച്ചേക്കാം. അങ്ങനെ അത്തരത്തിൽ അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ബൈ ഓൺ ഡിപ്പ് എന്നൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 79,406 എന്ന പ്രധാന റെസിസ്റ്റൻ്റ് ലെവൽ ടാർഗറ്റായി ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ തുടർന്ന് ഇവിടെ രേഖപ്പെടുത്തിയ 78,374 അതിനുശേഷം അതിനും താഴോട്ട് വന്നാൽ 78,170 എന്നിങ്ങനെയുള്ള ടാർഗറ്റ് ലെവലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സ്ഥിരമായി
ഈ ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുന്ന 3 ഇൻഡെക്സുകളുടെയും അടുത്ത ട്രേഡിംഗ് ദിനത്തിലേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഗുണകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്രയോജനപ്പെടുത്താം. റിസ്ക് നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണെന്ന് ബോധ്യമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ നിങ്ങളുടെ ലൈക്കുകൾ, ഷെയറുകൾ, കമൻറ്റുകൾ എന്നിവ നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതിനാൽ അത്തരത്തിൽ ലൈക്കുകളും കമൻറ്റുകളും നൽകി സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോയ്ക്ക് താഴെ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടെലഗ്രാം ചാനലിൽ എൻ്റെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ആ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. വാട്സാപ്പിലൂടെ വോയിസ് മെസ്സേജായി മാത്രമേ ദയവായി ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാവൂ. അതായത് ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടാൽ എപ്പോഴും അത് വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഈ മംഗ്ലീഷിൽ എഴുതുന്നത് കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും ഒക്കെ അത് മനസ്സിലാക്കാനും അതിനൊരു സമയമെടുത്തേക്കാം എന്നുള്ളതിനാൽ ദയവായി വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ മാത്രം ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസവും നല്ല ഒരു ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്